എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പഴന്തിർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ വർഷ പ്രഗ്നൻ്റാന്നുള്ള കാര്യം വീട്ടിലെല്ലാവരും അറിയുകയാണ്. വർഷയെ പരിശോധിച്ച ഡോക്ടർ തന്നെ രേവതിയെടുത്ത് ആ കാര്യം പറയുന്നുണ്ട്. രേവതി അവിടെ പൂ കൊടുക്കാൻ ചെല്ലുമ്പോൾ രേവതിയെടുത്ത് പറയുന്നുണ്ട് വർഷ പ്രഗ്നൻ്റാന്നുള്ള കാര്യം. വീട്ടിൽ വന്ന് രേവതി എല്ലാവരോടും പറയുകയാണ്. എല്ലാവർക്കും വലിയ സന്തോഷമാവുന്നുണ്ട്. പക്ഷേ വർഷ എന്തുകൊണ്ടത് ആരുടെടുത്തും പറഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അവൾ എന്തെങ്കിലും സർപ്രൈസ് തരാൻ വേണ്ടി ആയിരിക്കുമെന്ന് രേവതി പറയുന്നുണ്ട്. അങ്ങനെ വർഷ വീട്ടിലോട്ട് വരുമ്പോൾ വർഷയ്ക്ക് എല്ലാവരും ചേർന്ന് നല്ലൊരു സർപ്രൈസൊക്കെ ഒരുക്കുകയാണ്. അതിനുശേഷം അച്ഛമ്മയെ വിളിച്ച് പറയും. അച്ഛമ്മ അവരെ കാണാനായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ ശ്രീകാന്തിന് നല്ല ടെൻഷനുണ്ട്. രേവതിയും സച്ചിയും നോക്കി, നീ എന്താ വലിയ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്, ഇത്രയും വലിയ സന്തോഷ വാർത്ത കേട്ടിട്ട്? അത് സച്ചിയേട്ടാ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന്. എന്തിന്? വർഷ നമുക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയൊന്നും അല്ല ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന് പറയും. നീ എന്താ ശ്രീകാന്ത് ഈ പറയുന്നത്? അവൾക്ക് മുന്നേ അവൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവൾക്ക് പ്രസവിക്കാൻ പേടിയെന്നുള്ള കാര്യം. അതുകൊണ്ട് കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവൾ പപ്പായ ജ്യൂസ് കുടിച്ചതും രാത്രിയിൽ 2 മണിക്ക് ഡാൻസ് ചെയ്ത് ശരീരം അനക്കുക എന്നൊക്കെ പറയും. ശ്രീകാന്ത്, നീ എന്തായി പറയുന്നത്? അതേ സച്ചേട്ടാ, എനിക്ക് ഉറപ്പാണ് അവൾ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടി എനിക്കുണ്ടെന്ന് പറയും. രേവതി പറയും, ശ്രീകാന്തി അങ്ങനെയൊന്നുമില്ല, അവൾക്ക് പേടികൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്തായാലും അവൾ ഇത്രയൊക്കെ ചെയ്തിട്ടും കുഞ്ഞിനൊരാപത്തും സംഭവിച്ചില്ലല്ലോ. നമ്മൾക്ക് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അവളുടെ ആ കുട്ടിത്വമൊക്കെ മാറാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നത്. നീ വിഷമിക്കാതിരിക്കുക, ഞാൻ സംസാരിക്കാം, അവൾക്കൊരു പ്രശ്നം ഉണ്ടാവത്തില്ല, നീ ടെൻഷൻ അടിക്കാതെ അവളുടെ കൂടെ എപ്പോഴും നീ ഉണ്ടാവണമെന്നൊക്കെ രേവതിയും സച്ചിയും പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം രേവതിയും സച്ചിയും തമ്മിൽ സംസാരിക്കുകയാണ്. ഇനി നമുക്കൊരു കുഞ്ഞ് വേണമെന്നൊക്കെ സച്ചി രേവതിയോട് പറയുന്നുണ്ട്. ശരിയാ സച്ചിയേട്ടാ, പക്ഷേ അത് നമുക്ക് ഒരു തൊട്ടിൽ കെട്ടാൻ പോലും ഈ വീട്ടിലൊരു സ്ഥലമില്ല, ഒരു റൂമില്ല. ആദ്യം നമുക്കൊരു റൂമാവട്ടെ, റൂമായതിനു ശേഷം നമുക്കൊരു കുഞ്ഞ് വരുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് കളിപ്പിക്കാൻ നമുക്ക് നമ്മുടെ ശ്രീകാന്തിൻ്റെ കുഞ്ഞുണ്ടല്ലോ എന്ന് പറയും. അതൊക്കെ ശരിയാ. അപ്പോൾ പറയും, പിന്നെ വർഷ എന്തെങ്കിലും ആ കുഞ്ഞിനെ അപകടപ്പെടുത്തുന്നതിന് പേടി ശ്രീകാന്തിന് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് നിൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും വർഷയിൽ വേണമെന്ന് പറയും. അത് പിന്നെ പറയാനുണ്ടോ സച്ചിയേട്ടാ, ഞാൻ അവളെ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെ നോക്കിക്കൊള്ളാം എന്ന് പറയും. അവൾക്കൊരാപത്തും വരുത്തില്ല, അവളുടെ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് പറയും. അങ്ങനെ രാത്രിയാകുമ്പോൾ ശ്രീകാന്തും വർഷയും കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്ത് രേവതി ചെന്നിട്ട് പറയും, എന്താ രേവതി ഏട്ടത്തി, അത് ഇന്ന് എനിക്ക് എൻ്റെ അനിയത്തിയുടെ കൂടെ കിടക്കണമെന്നൊരാഗ്രഹം, അതുകൊണ്ട് ഇന്ന് ഞാൻ വർഷയുടെ കൂടെ കിടക്കുകയെന്ന് പറയും. അതിനെന്താ, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് റൂമിന് പുറത്ത് പോവുകയാണ്. ആ സമയത്ത് വർഷയുടെ കൂടെ രേവതിയാണ് കിടക്കുന്നത്. എന്നിട്ട് വർഷയെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. മോളെ, എടുത്തു ചാടി നീ ഒരു തീരുമാനം എടുക്കരുത്. ദൈവം നമുക്ക് തന്ന നിധിയാണ് കുഞ്ഞ്. അതുകൊണ്ട് ഒരു കാരണവശാലും അതിന് അപകടം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി നിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. നിൻ്റെ പക്വതയില്ലായ്മ കൊണ്ടാണ് നിനക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. എന്തായാലും നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള കുഞ്ഞാണത്. ഈ വീട്ടിലെല്ലാവരും കാത്തിരിക്കുന്ന ഒരു നിധിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും ഒരു അബദ്ധം സംഭവിക്കരുത്. ശ്രീകാന്ത് വളരെയധികം പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ചെയ്തു പോയതെല്ലാം കഴിഞ്ഞു. ഇനി നീ നിനക്കും നിൻ്റെ കുഞ്ഞിനും വേണ്ടി ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കണം. നല്ല സമയത്ത് ഫുഡ് കഴിക്കണം, നല്ല രീതിയിൽ വിശ്രമം വേണം, മറ്റൊരു ചിന്തകളും നിനക്ക് വേണ്ട. നിനക്ക് എന്ത് സഹായത്തിനും ഞാനും സച്ചിയേട്ടനും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വർഷ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ വർഷയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. താൻ ചെയ്തു പോയത് തെറ്റാണല്ലോ എന്നുള്ളൊരു തോന്നൽ വർഷയുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതിനുശേഷം ശ്രീകാന്തും അന്ന് വർഷയെടുത്ത് പറയുന്നുണ്ട്, വർഷേ, നീ എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കുന്ന വിധത്തിൽ ഒരു പ്രവൃത്തി നിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്നൊക്കെ ശ്രീകാന്ത് വർഷയോട് പറയുന്നുണ്ട്. ആ സമയത്തും വർഷ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡല്ല കാണിക്കുന്നത്. ശ്രീകാന്തിന് നല്ല ടെൻഷനുണ്ട്. രേവതി സച്ചി ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ ഒരു ആശ്വാസവും ശ്രീകാന്തിനുണ്ട്. അങ്ങനെ സന്തോഷ വാർത്തയൊക്കെ അറിഞ്ഞ് നമ്മുടെ അച്ഛമ്മ അങ്ങോട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. അച്ഛമ്മ വീട്ടിലോട്ട് വരുന്ന സമയത്ത് അച്ഛമ്മ ശ്രീകാന്തിനും വർഷയ്ക്കും സ്വീറ്റ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കാര്യമൊക്കെ അറിഞ്ഞ് ശ്രുതിയെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്ര അവിടെ വെച്ചും ശ്രുതിയെ അടിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മ ചന്ദ്രയെ വഴക്ക് പറയുന്നുണ്ട്. നിൻ്റെ പ്രവൃത്തി കാരണമാണ് ശ്രുതി ഇങ്ങനൊരു കള്ളം പറഞ്ഞ്, നിനക്ക് പണത്തിനുള്ള അത്യാർത്തിയാണ് അവളെക്കൊണ്ട് ഇങ്ങനൊരു വലിയ പെരുങ്കള്ളം പറയിപ്പിക്കാൻ ഇടയാക്കിയത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു പോയി. ഇനി അവൾ പണക്കാരി ആയാൽ എന്താ, നിൻ്റെ മകൻ്റെ ഭാര്യയാണ്. ആ ഒരു ചിന്ത നീ മറക്കരുത് ചന്ദ്രേ. അതുകൊണ്ട് തന്നെ ഇനി അവൾ ഇവിടെ തന്നെ കാണും. ശ്രുതിയുടെ ഭാര്യയായിട്ട് ശ്രുതി ഇവിടെ തന്നെ കാണും. ഇതെൻ്റെ തീരുമാനമെന്ന് പറയും. അതുകൊണ്ട് തന്നെ ആർക്കും എതിരഭിപ്രായമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിപ്പിച്ച് അച്ഛമ്മ ശ്രുതിയും തമ്മിൽ ഒന്നിപ്പിക്കുകയാണ്. ചന്ദ്രിക തീരെ ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയെങ്കിലും അവർ തമ്മിൽ ഡിവോഴ്സ് ആക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജോത്സ്യൻ്റെ അടുത്ത് പോയി ഏലസൊക്കെ മേടിച്ചത്. പക്ഷേ ആ ഏലസ് കിട്ടിയതിൻ്റെ പുറമേ തന്നെ ശ്രുതി ചെന്നിട്ട് ആ ജോത്സ്യൻ്റെ അടുത്ത് ചെന്നിട്ട് മറ്റൊരു ഏലസും കൂടി വാങ്ങിച്ച് കിട്ടി. 2 ഏലസും കിടക്കുന്നതുകൊണ്ട് ഏത് ഏലസ് കിട്ടിയതുകൊണ്ടാണ് അമ്മയ്ക്കും മകനോട് ദേഷ്യം ഉണ്ടായെന്ന് അറിയാത്തതുകൊണ്ട് 2 ഏലസ് ഊരി കളഞ്ഞു. അതുകൊണ്ട് തന്നെ ശ്രുതിയും തമ്മിൽ
വേർപിരിക്കാനും ചന്ദ്രയ്ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അച്ചമ്മയും കൂടി വന്നപ്പോഴത്തേക്ക് അവർ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാവുകയാണ് അവിടെ. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് അച്ചമ്മ അങ്ങ് തിരിച്ച് നാട്ടിലോട്ട് പോകുന്നുണ്ട്. അതേ സമയത്താണ് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും കൂടി വീട്ടിലോട്ട് വരുന്നത്. വർഷയ്ക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആ സമയത്ത് ശ്രുതിയും ശ്രുതിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ സച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങളെന്തിനാണ് ഇങ്ങോട്ട് വന്നത്? കാരണം വർഷയുടെ അച്ഛൻ മധുസൂദനനുമായിട്ട് സച്ചി അത്ര നല്ല രസത്തിലല്ല, അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, പിന്നെ തൻ്റെ അച്ഛനെ അപമാനിക്കും എന്നൊക്കെയുള്ള ഒരു അറിയാവുന്ന സച്ചി അയാളോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് മധുസൂദനൻ പറയും, സച്ചി എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, അതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ഇപ്പം ഞാനൊരു സന്തോഷ വാർത്ത അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ മോളുടെ വിശേഷം അറിഞ്ഞ് വന്നതാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് ആരോടും ഒരു ദേഷ്യമോ പരിഭവോ ഒന്നുമില്ല. രവിയോട് ഞാൻ ഇനി എൻ്റെ ഒരു സുഹൃത്തായിട്ട് മാത്രമേ പെരുമാറൂ. മുമ്പ് ഞാനൊരു മേലുദ്യോഗസ്ഥന രീതിയിലായിരുന്നു രവിയോട് സംസാരിച്ചതും പെരുമാറുന്നതൊക്കെ. ഇനി അങ്ങനൊന്നും അല്ല. ഇനി എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ് രവി എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് എന്തോ ഒരു സംശയം തോന്നും. പെട്ടെന്നുള്ള മധുസൂദനൻ്റെ ഒരു മാറ്റം പെട്ടെന്ന് ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. എങ്കിലും രവിയും പറയും ആ സന്തോഷം, കാരണം പെട്ടെന്ന് വീട്ടിലോട്ട് വന്നേയില്ല, അങ്ങനെ ഒരു നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്നത് രവിയും വലിയ കുഴപ്പമില്ലാതൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രയും ശ്രുതിയൊക്കെ വീട്ടിൽ നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചന്ദ്രയ്ക്ക് ശ്രുതിയോടുള്ള ആ ഒരു നീരസമൊന്നും മാറിയിട്ടില്ല. പക്ഷേ എങ്ങനെയെങ്കിലും ആൻറ്റിക്ക് എന്നോടുള്ള പിണക്കം മാറ്റണമെന്നൊരു ചിന്ത മാത്രമായിരുന്നു ശ്രുതിക്ക്. അങ്ങനെ ശ്രുതി അതിനുള്ള പല അവസരങ്ങളും നോക്കി നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ആൻ്റണി വളരെ യാദൃച്ഛ്യമായിട്ട് നമ്മുടെ ശ്രുതിയെ വിളിക്കുന്നത്. അങ്ങനെ ആൻ്റണിക്ക് അല്പസ്വല്പം മോഷണം മുതലുകളൊക്കെ വിൽക്കുന്ന ഒരു പരിപാടിയും കുറച്ച് ഗുണ്ട പരിപാടിയും ബ്ലേഡ് പിരിവ് എല്ലാം ഉള്ള ഒരു ഓൾമോസ്റ്റ് ഇതുണ്ട്. അപ്പോൾ ആ ബ്ലേഡ് കച്ചവടക്കാരനാണ്. അപ്പോൾ അയാൾ ഈ മോഷ്ടിച്ച് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ വില കുറച്ച് എടുത്തിട്ട് അത് മറിച്ച് വിൽപ്പനയാണ്. അത് മറ്റുള്ള കടകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പോലീസ് പിടിക്കുമെന്ന് കരുതി മറ്റാർക്കെങ്കിലും കൊടുക്കുകയാണ് പതിവ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അയാൾക്കൊരു മാല കിട്ടുവാണ്. കുറച്ച് തൂക്കമുള്ളൊരു മാലയാണ്. ആ മാല അയാളുടെ കയ്യിലിരിക്കുകയാണ്. അത് ആർക്കെങ്കിലും കൊടുത്ത് കാശാക്കണം, കടയിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രുതിയെക്കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെ ശ്രുതിയെ വിളിച്ച് വരുത്തിയിട്ട് പറയും, എന്താ ആൻ്റണി ഇപ്പം നീ എന്നെ വിളിച്ചത്? അത് ഞാനിപ്പം വന്നത് നിന്നോട് കാര്യം സംസാരിക്കാനുണ്ട്. എന്താ ആൻ്റണി? അതെ, ഇത് ഒരു 5 പവൻ വരുന്ന ഒരു മാലയാണ്. ഇത് എൻ്റെ സുഹൃത്ത് എനിക്ക് കൊണ്ടു തന്നെയാണ്. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യം വന്നപ്പം 1 ലക്ഷം രൂപയ്ക്ക് അയാളിത് വാങ്ങിച്ചു തന്നിട്ട് പോയി. അപ്പം പെട്ടെന്ന് അയാൾക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് പുറത്ത് കൊണ്ട് കച്ചവടം നടത്താനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്യ്, നീ ഈ മാല എടുത്തിട്ട് ഒരു 1 ലക്ഷം രൂപ എനിക്ക് തരാൻ പറയും. 5 പവൻ്റെ മാല എടുത്തിട്ട് 1 ലക്ഷം രൂപയോ? അതെ, നിനക്കിത് ലാഭമായിരിക്കും. കാരണം എനിക്കിത്, പിന്നെ നിങ്ങളെന്തിനാണ് ഇത് എനിക്ക് തരുന്നത്? അതോ ഞാൻ പറയും, എനിക്കിത് കടയിലൊന്നും കൊണ്ടുപോയി വിൽക്കാനും ഒന്നും സമയമൊന്നുമില്ല, നീ കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് നിനക്ക് ഞാൻ തരാം. നീ തൽക്കാലം ഞാൻ അയാൾക്ക് കൊടുത്ത 1 ലക്ഷം രൂപ തന്നെ നീ എനിക്ക് തന്നാൽ മതിയെന്ന് പറയും. അപ്പോൾ നോക്കുമ്പോൾ 5 പവൻ്റെ നല്ല ഭംഗിയുള്ളൊരു മാലയാണ്. അപ്പോൾ അത് 1 ലക്ഷം രൂപയ്ക്ക് ലാഭമാണെന്ന് ശ്രുതിക്ക് മനസ്സിലാവും. അപ്പോൾ ആൻറ്റിയെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ ഇത് മതിയെന്ന് പറയും. പൊതുവേ ചന്ദ്രമതിക്ക് സ്വർണം, പണം, നല്ല വില കൂടിയ വസ്ത്രങ്ങൾ, അതിനോടൊക്കെ ഒരു ഭ്രമമുണ്ട്. അപ്പോൾ അത് കൊടുത്ത് ആൻറ്റിയെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാമെന്ന് കരുതിയാണ് ശ്രുതി ഇരിക്കുന്നത്. അപ്പോൾ ആൻ്റണിയുടെ അടുത്ത് പറയും, എനിക്ക് മാല മേടിക്കണമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ അതിനുള്ള പൈസ എൻ്റെ കയ്യിലില്ല, ഞാൻ പൈസ തരാം, മാല നീ എനിക്ക് തരുമെന്ന് ചോദിക്കും. ശരി, നീ പൈസ എത്രയും പെട്ടെന്ന് എനിക്ക് തരണം, ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞാൽ ആ മാല ശ്രുതി മേടിക്കുകയാണ്. അങ്ങനെ ആ മാലയും മേടിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് വരും. വീട്ടിൽ വരുന്ന സമയത്ത് ഈ മാല എങ്ങനെയെങ്കിലും ആൻറ്റിക്ക് കൊടുക്കണമെന്ന് പറയും. അങ്ങനെ അവിടെ വന്നതിന് ശേഷം ശ്രുതി ആ മാല വിളിച്ചിട്ട് ആൻറ്റിയെന്ന് വിളിക്കും. ആൻറ്റി, ഞാൻ ആൻറ്റിക്കൊരു ഗിഫ്റ്റ് കൊണ്ട് വന്നതെന്ന് പറയും. എന്ത് ഗിഫ്റ്റ്? നിൻ്റെ ഗിഫ്റ്റൊന്നും എനിക്ക് വേണ്ടെന്ന് പറയും. ആൻറ്റി പ്ലീസ്, ഞാനിത് ആൻറ്റിക്ക് വേണ്ടി മേടിച്ചാന്ന് പറയും. അങ്ങനെ നോക്കുമ്പോൾ ഒരു ബോക്സിനകത്തുനിന്ന് ഒരു സ്വർണ്ണമാല, ഡയമണ്ടിൻ്റെയൊക്കെ സ്റ്റോണൊക്കെ വെച്ച ടൈപ്പുള്ള ഒരു ഡയമണ്ട് വരുന്ന ഒരു മോഡലൊരു മാലയാണ്. ഭയങ്കര തിളക്കമൊക്കെ നല്ലൊരു ഫാഷനുമാണ്. അപ്പോൾ അത് കാണുമ്പോൾ ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടും. ഇത് ഞാൻ ആൻറ്റിക്ക് വേണ്ടി വാങ്ങിച്ചാണ്, ഇത് എൻ്റെ ഒരു സമ്മാനം എന്ന് കൊടുക്കും. എനിക്കൊന്നും വേണ്ട എന്ന് പറയും. ആ സമയത്ത് ശ്രുതിയും വരും. ഇതെന്താ ഇത് ഞാൻ ആൻറ്റിക്ക് വേണ്ടി മേടിച്ച ശ്രുതി, നിനക്ക് എവിടുന്ന് ഇത് മേടിക്കാനുള്ള കാശെന്ന് ശ്രുതി ചോദിക്കും. അത് എനിക്ക് ഇപ്പോൾ കുറച്ച് വർക്ക് നല്ലോണം കിട്ടുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് കുറച്ച് പൈസ മിച്ചം പിടിച്ച് ഞാൻ മേടിച്ചതാണ്. അപ്പം ആൻറ്റിക്ക് ഇത് തരാമെന്ന് കരുതി മേടിച്ച്, ആൻറ്റിക്ക് വേണ്ടിയാണ് ഞാനിത് ഓർഡർ ചെയ്തതെന്ന് പറയും. എനിക്കൊന്നും വേണ്ട, നീ വലിയ കാശുകാരിയാന്നുള്ള സമയത്ത് എനിക്കൊന്നും വാങ്ങിച്ചു തരില്ലേ, പിന്നെ നീ പിച്ചക്കാരിയായിട്ടിരിക്കുന്ന സമയത്ത് എന്നൊക്കെ പറയും. ആൻറ്റി പ്ലീസ്, ഞാനിത് ആൻറ്റിക്ക് വേണ്ടി മേടിച്ചു. അപ്പം വർഷം വന്നിട്ട് പറയും, ഓ അപ്പോൾ ആൻറ്റിയെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി സുചേച്ചി മേടിച്ചുകൊണ്ട് വന്നതായില്ലേ, ആൻറ്റി ഇതൊന്നും മേടിക്കുമെന്ന് തോന്നുന്നില്ലെന്ന് വർഷ പറയും. എന്നാൽ ശ്രീകാന്ത് പറയും, ശരിയാ അമ്മ ഇതൊന്നും മേടിക്കത്തില്ല, ശരി എങ്കിൽ ഒരു കാര്യം ചെയ്ത് മേടിക്കുമല്ലോ, നമുക്ക് വെറ്റ് വെക്കാമെന്നൊക്കെ ഇങ്ങനെ ശ്രുതി ശ്രീകാന്തിനോടും വർഷയോടൊക്കെ പറയുന്നുണ്ട്.
ചന്ദ്രമതിക്ക് മാല വേണമെന്നുണ്ട്, പക്ഷേ മാല മേടിക്കണമെന്നും ഇല്ലെന്നുള്ള അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ശ്രുതി കൊടുക്കുന്നുകൊണ്ടാണ് മേടിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത്. ആ സമയത്ത് ശ്രുതി പറയും, അമ്മയ്ക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നേലേ, അമ്മ മേടിക്കാൻ പറയും. എനിക്ക് വേണ്ട, ഇവള് വലിയ കാശാരിയാന്ന് കാണിക്കുന്ന രീതിയിൽ ഇവൾക്ക് ഞാനേ ഇതിനും വലിയ സഹായങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വസ്തുവിൻ്റെയും വീടിൻ്റെയും കൂടി ലോൺ വെച്ചിട്ടാണ് ഞാൻ ഇവൾക്ക് 10 ലക്ഷം രൂപ പാർലർ തുടങ്ങാൻ കൊടുത്തത്. എന്നിട്ട് എൻ്റെ അടുത്തൊരു വാക്ക് ചോദിക്കാതെ അവൾ ആ പാർലർ വിറ്റ്, എന്നിട്ട് അവൾ വല്ലയിടത്തും പോയി ജോലി ചെയ്തിട്ട് പൈസയ്ക്ക് ഇത് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. ഇത് ആരെ കാണിക്കാൻ വേണ്ടി? എനിക്ക് നിൻ്റെ മാലയൊന്നും വേണ്ട, എടുത്തോട്ട് പോകാൻ പറയും. പ്ലീസ് ആൻറ്റി, ഞാൻ ആൻറ്റിക്ക് വേണ്ടി മേടിച്ച് തരാം. അപ്പോഴത്തേക്ക് രവി അങ്ങോട്ട്, എന്താ ഇവിടെ? അത് അങ്കിൾ, ഞാനിത് ആൻറ്റിക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിച്ചുകൊണ്ടുവന്ന മാലയാന്ന് പറയും. ആഹാ, കൊള്ളാമല്ലോ ചന്ദ്രേ, നിനക്ക് വേണ്ടിയാണ് മേടിച്ചെങ്കിൽ പിന്നെ നിനക്കത് എടുത്തുകൂടായോ? ശ്രുതി നിനക്ക് വേണ്ടി മേടിച്ചു തന്നില്ലേ? എന്തോ എനിക്കത്ര വിശ്വാസമില്ലെന്ന് പറയും. എങ്കിൽ പിന്നെ വേണ്ട, ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് പോവുകയാണ്. ആ സമയത്ത് ശ്രുതി പറയും, ഓ എനിക്ക് അമ്മയ്ക്ക് വേണ്ടല്ലെങ്കിൽ ഞാൻ എടുത്തു വന്നുകൊണ്ട് ശ്രുതി ആ മാല എടുക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയും, ഡാ വെക്കടാ അവിടെ, ഇത് നിനക്ക് വേണ്ടിയല്ലല്ലോ മേടിച്ചത്, എനിക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മാല അവിടെ വെപ്പിക്കുകയാണ്. അതിനുശേഷം ആ മാല ചന്ദ്രയും എടുക്കുകയാണ്. അപ്പോൾ ശ്രുതി അതൊക്കെ ഒളിച്ചെന്ന് ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ മാല എടുത്തൊരു കല്യാണ ഫംഗ്ഷനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കല്യാണ ഫംഗ്ഷന് പോയിട്ട് ഈ മാല കിട്ടും, അല്ലെങ്കിൽ ഗമയിലൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇതൊരു മോഷണം മുതലാന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആ മാല ഇട്ടുകൊണ്ട് കല്യാണത്തിന് പോകുമ്പം ഈ മോഷണം നടന്ന വീട്ടിൽ അവരും ആ കല്യാണ ഫംഗ്ഷന് വരുന്നുണ്ട്. ആ മാല അവിടെ കാണുന്നുണ്ട്. ആ മാല എടുത്തു വെച്ചുകൊണ്ട് ചന്ദ്ര പറയുന്നുണ്ട്, എൻ്റെ മരുമകൾ എനിക്ക് ഗിഫ്റ്റ് തന്ന മാല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ കൈയോടുകൂടി ചന്ദ്രയുടെ മാല പിടിച്ചിട്ട് പറയാം, അത് അവരുടെ മാലയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ മാല അവിടെ വെച്ച് ചന്ദ്രയ്ക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നുണ്ട്. തിരിച്ച് അതും ദേഷ്യപ്പെട്ടുകൊണ്ട് തിരിച്ച് വീട്ടിൽ വരുന്ന ചന്ദ്രമതിക്ക് ഒരു സാരിയൊക്കെ ഗിഫ്റ്റായിട്ട് നമ്മുടെ ശ്രുതി കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്ന സമയത്ത് പറയും, നിൻ്റെ ഒരു സാരി നീ തന്ന മാല എവിടുന്ന് മോട്ടിച്ചുകൊണ്ട് വന്നതാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഞാനത് മോട്ടിച്ച് തന്നപോലെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാന്ന് പറയും. എങ്കിൽ അതിൻ്റെ ബില്ല് എന്ത് ചെയ്യുന്നു ചോദിക്കും. ബില്ലൊന്നും ഇല്ല ആൻറ്റി, ഇത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് തന്ന മാലയാണ്, കാശ് കൊടുത്താൽ ഞാനിത് മേടിച്ചെന്നൊക്കെ പറയും. അങ്ങനെ പറയും, നീ തന്ന മാലയെ വല്ലവരുടെയും മോഷണം മുതലായിരുന്നു, അത് ഞാൻ കല്യാണ വീട്ടിൽ പോയ സ്ഥലത്ത് വെച്ചാൽ എനിക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ശ്രുതിയുടെ ഒരു കള്ളത്തരം അവിടെ പൊളിയുകയാണ്. കാരണം ആൻ്റണിയുടെ കയ്യിൽ നിന്ന് മേടിച്ച മാല എന്നുള്ള കാര്യം ശ്രുതി അവിടെ പറയുന്നില്ല. അങ്ങനെ ചന്ദ്രയ്ക്ക് വീണ്ടും ശ്രുതിയോടുള്ള ദേഷ്യമൊക്കെ കൂടുകയാണ്. എന്തെങ്കിലും പറഞ്ഞൊന്ന് തണുപ്പിക്കാമെന്ന് പറഞ്ഞ് കരയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ചന്ദ്രമതി ഏക്കത്തില്ല. പിന്നെയും ശ്രുതിയും ചന്ദ്രയും തമ്മിൽ പിന്നെയും അങ്ങ് ഉടക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.